5 ടൈപ്പ് ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട്. ആ 5 ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒന്ന് ആൻഷ്യന്റ് ചോദിക്കുന്നുണ്ട്, മിഡീവൽ ചോദിക്കുന്നുണ്ട്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട്, ദെൻ കേരള ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട്, ദെൻ ഹിസ്റ്റോറിയോഗ്രാഫി ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമോ? അതായത് 5 ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഷുഗർ ഷോർട്ട് ആയിട്ട് കിട്ടുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ആൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ. മിഡീവൽ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. ഓക്കെ, നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. മോഡേൺ ആണെങ്കിലും നമുക്ക് എലിമിനേഷൻ കൊണ്ടുവരാൻ പറ്റും. പിന്നെ കേരള ഹിസ്റ്ററി ചിലപ്പോൾ നമ്മൾ കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് ഇവരുടെ തന്നെ ഡിസ്റ്റൻസിന്റെ, അതായത് നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കേരള ഹിസ്റ്ററിയുടെ മെറ്റീരിയലിൽ നിന്നാണ് ഇവർ ഒരുപാട് എന്ത് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മൾ ഒന്ന് ജസ്റ്റ് നോക്കും. ഇന്ന് എനിക്ക് ആകെ 1 മണിക്കൂറാണ് അലൗ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അതായത് 100, 100, 200 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആണ്. ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നോക്കിയതിന് ശേഷം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കേരള ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടും ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു പാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏരിയാസ് ഞാൻ ഇതിൽ എന്താ പറയുക ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്ലൈഡിൽ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എൻ്റെയർ പേജിൽ ലൈൻ ബൈ ലൈൻ ആയിട്ടൊന്നും നിങ്ങളത് വായിക്കണ്ട. നിങ്ങൾ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെഡിങ് കഴിഞ്ഞ് അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലൊന്ന് ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് കേരള ഹിസ്റ്ററിയും അതേപോലെ തന്നെ ഹിസ്റ്റോറിയോഗ്രഫിയുടെ പാർട്ടൊന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ടോപ്പിക്കിന് മാക്സിമം 2 ലൈനിൽ നോട്ട് ഉണ്ടാക്കിയാൽ മതി. കാരണം 16-നാണ് എക്സാം, ഇനി 5 ദിവസമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാനിത് അറ്റ് ദ എൻഡ് എന്താണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണോ? ഓക്കെയാണ് സാർ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ പ്രീ ഹിസ്റ്റോറിക് സൈറ്റുകൾ, പാലിയോലിത്തിക്, മിസോലിത്തിക്, നിയോലിത്തിക്, ചാൽക്കോലിത്തിക്, മെഗാലിത്തിക്. എസ്പെഷ്യലി മെഗാലിത്തിക്കിന്റെ കേസ് കേരള ഹിസ്റ്ററി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ മെഗാലിത്തിക് സംഘം പീരീഡിന്റെ മുമ്പ് അല്ലെങ്കിൽ ശേഷമൊക്കെ മെഗാലിത്തിക് ആണ് നമ്മുടെ ഈ ഒരു സൗത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, എന്നിരുന്നാൽ കൂടെ ഒരു പാലിയോളിത്തിക് സൈറ്റുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പാലിയോളിത്തിക് അല്ലെങ്കിൽ മിസോലിത്തിക് അല്ലെങ്കിൽ നിയോലിത്തിക് സൈറ്റുകൾ തന്നിട്ട് അതിന്റെ പ്രത്യേകതകൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സൈറ്റിന്റെ ഫീച്ചേഴ്സ് ആണ് ഇപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ദെൻ വേദിക് ആൻഡ് ലേറ്റർ വേദിക് ഏജിൽ പ്രധാനമായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ വേരിയസ് ടൈപ്പ് ഓഫ് ടാക്സസ്. അതേപോലെ തന്നെ നമ്മുടെ വേദിക്കിലും ലേറ്റർ വേദിക്കിലും ഒരുപാട് ട്രൈബൽ കിങ്ഡംസ് ഉണ്ട്. ഓക്കെ, അതിന്റെ കിങ്ങുകളുടെ പേര് ചോദിക്കുന്നുണ്ട് ഡയറക്റ്റ്ലി. പിന്നെ കൗൺസിലുകൾ, വേരിയസ് കൗൺസിലുകൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, സഭ, സമിതി, വിധാത, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മെറ്റൽസ് വേറൊരു ടോപ്പിക്കാണ്. അതായത് ഏർലി വേദിക്കിലുള്ള പ്രധാനപ്പെട്ടുള്ള മെറ്റൽസ് ഏതാണ്, ലേറ്റർ വേദിക് ആവുന്ന സമയത്ത് എന്താണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ നമുക്കറിയാം, സ്റ്റോൺ ഏജ് അറിയാം. അപ്പോൾ സ്റ്റോൺ ഏജിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ടെക്നോളജിക്കലി അഡ്വാൻസ്മെന്റ് വരികയാണ്. അപ്പോൾ സ്റ്റോൺ ആണ് ഇനീഷ്യലി യൂസ് ചെയ്തിരുന്നത്. പിന്നെ ബ്രോൺസ് ആണ്. ഈ ബ്രോൺസ് എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ മിക്സ്ചർ ആണ്? കോപ്പറിന്റെയും ടിന്നിന്റെയും മിക്സ്ചർ ആണ്. അതിനുശേഷമാണ് അയൺ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ വേരിയസ് ഗോഡ്സ് ആൻഡ് ഗോഡസസ്, എസ്പെഷ്യലി ഏർലി വേദിക്കിലാണ് നമുക്ക് ഒരുപാട് ഗോഡ്സസിനെയും നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ലേറ്റർ വേദിക്ക് പിന്നെ ആ ഒരു ടൈമിലുള്ള മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ കറൻസികൾ എന്തൊക്കെയാണ്, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ടെർമിനോളജീസ് ചോദിക്കുന്നുണ്ട്. മഹാജനപദാസിലാണെങ്കിൽ കിങ്, അതേപോലെ തന്നെ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡൈനാസ്റ്റികൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പേഴ്സണൽ അച്ചീവ്മെന്റ്സ്, ആ ഒരു ഏരിയയാണ് ചോദിക്കുന്നത്. ഈ മൗര്യൻ ഏജിൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് അശോകന്റെ എഡിക്റ്റ് ആണ്. ഈ അശോകന്റെ എഡിക്റ്റിൽ നിങ്ങൾ 14 മേജർ എഡിക്റ്റുകൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഓർത്ത് വെക്കുക. അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ അഡ്മിനിസ്ട്രേഷനിൽ ഒരുപാട് പേരുകളുണ്ട്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ എത്തിയിട്ടില്ല, ബട്ട് ചിലപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മൗര്യൻ ഏജിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ബുക്കുകൾ അല്ലെങ്കിൽ വർക്കുകൾ, അതിന്റെ ഓതേഴ്സ്. ദെൻ സംഘം ഏജ്. ഓക്കെ, വേരിയസ് കൗൺസിലുകൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം 5 തിണയായിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്, ഓക്കെ, അതിലുള്ള ഡേറ്റുകൾ ഏതൊക്കെയാണ്, ആ ഒരു രീതിയിലുള്ള. പിന്നെ 3 സംഘം, അതിൽ സെക്കൻഡ് സംഘം, തേർഡ് സംഘം, ഇതിലാണ് കൂടുതൽ ലിറ്റററി വർക്കുകളൊക്കെ വരുന്നത്. പിന്നെ പോസ്റ്റ് മൗര്യൻ ഒക്കെ എത്തുന്ന സമയത്ത് ശതവാഹനാസ് ആണ് കൂടുതലായിട്ട് ഇവർ ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം വേരിയസ് സ്കൂൾസ് ഓഫ് ആർട്ട്, കുഷാന പീരീഡിൽ വന്നിട്ടുള്ള ഗാന്ധാര, അതിനുശേഷം മധുര, അമരാവതി,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഗുപ്ത ഏജിൽ പ്രധാനമായിട്ടും ആൻഷ്യൻ പോർട്ടുകൾ, പിന്നെ ബുക്ക്, ഓക്കെ, അതിന്റെ ഓതേഴ്സ് ആരാണെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പോസ്റ്റ് ഗുപ്തയ്ക്ക് ഏജിൽ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ നടക്കുന്നുണ്ട്, ഒരുപാട് കിങ്ഡംസ് അവിടെ എമേർജ് ചെയ്യുന്നുണ്ട്. പിന്നെ ബുദ്ധിസവും ജൈനിസവും നോക്കുന്ന സമയത്ത് എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ, ഒന്നല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ബുദ്ധിസം ആണെങ്കിലും ജൈനിസം ആണെങ്കിലും. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കും എന്ന്. ഓക്കെ, പിന്നെ മിഡീവൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും റൂളേഴ്സും അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണൽ അച്ചീവ്മെന്റ്സ്, എസ്പെഷ്യലി നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇൽത്തുമിഷ്, മറ്റൊന്ന് ബാൽബൺ, ദെൻ അലാവുദ്ദീൻ ഖിൽജി, ദെൻ ഫിറോസ് ഷാ തുഗ്ലക്, മുഹമ്മദ് ബിൻ തുഗ്ലക്, അതേപോലെ തന്നെ സിക്കന്ദർ ലോധി. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ ഏതൊക്കെ ഡൈനാസ്റ്റിയുടെ ഭാഗമാണ്, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സുകൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലാവുദ്ദീൻ ഖിൽജിക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു മാർക്കറ്റ് റിഫോംസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ടൈമിൽ സ്ലൈവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു റോയൽ കാർഖാന എന്തിനു വേണ്ടിയിട്ട്, ഫാക്ടറീസ്, അതിലും പ്രധാനമായിട്ട് സ്ലൈവ്സിനെയാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നോക്കുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടുള്ള റിഫോംസുകൾ. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയപ്പെട്ടുള്ള റൂളേഴ്സിന്റെ കണ്ടറിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഒരുപാട് വേരിയസ് ആക്ടിവിറ്റീസുകളൊക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഡൽഹി സൽത്താനേറ്റിലുള്ള പ്രധാനപ്പെട്ടുള്ള ബുക്കുകൾ, ഫോർ എക്സാമ്പിൾ സിയാവുദ്ദീൻ ബറാനിയുടെ വർക്കുകൾ, അതേപോലെ തന്നെ ഹസൻ നിസാമിയുടെ വർക്കുകൾ, അതേപോലെ തന്നെ ഇസാമിയുടെ വർക്കുകൾ, ആമിർ ഖുസ്രുവിന്റെ വർക്കുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഏരിയന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ പറയപ്പെട്ടിട്ടുള്ള ഡൽഹി സുൽത്താനിലേക്ക് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിലിറ്ററി കമാൻഡേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അണ്ടർ അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈമിൽ നമ്മുടെ മാലിക് കഫൂർ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കറിയാം വേരിയസ് സൂഫി സിൽസില ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ചിഷ്തീസ് ഉണ്ടായിരുന്നു, സുഹ്രാവർദീസ് ഉണ്ടായിരുന്നു, നക്ഷബന്ദീസ് ഉണ്ടായിരുന്നു, ഖാദിരീസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് എന്ത് പറയുന്നത് സിൽസില, സൂഫി സിൽസില നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ പറയപ്പെട്ടുള്ള റൂളേഴ്സിന്റെ കാൻഡറിൽ ഒരുപാട് പുതിയതായിട്ടുള്ള സിറ്റീസ് ഒക്കെ എമർജ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള ഫോറിൻ ട്രാവലേഴ്സ്, ഓക്കെ, ഏത് രാജാവിന്റെ ടൈമിലാണ് വരുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടാവണം. ദെൻ ബുക്സ് ആൻഡ് ഓതേഴ്സ് അഗൈൻ റിപ്പീറ്റ് ചെയ്തത് വന്നതാണ്. ദെൻ മുഗൾസിന്റെയും നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഓക്കെ, അതായത് ഏർലി മുഗൾ കിങ്സ്. ഓക്കെ, അതിൽ ബാബറിന്റെ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ 3 വർഷമാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ആസ് എ എംപറർ ആയിട്ട്. ഓക്കെ, ദെൻ വേരിയസ് ബാറ്റിൽസ്, എസ്പെഷ്യലി അക്ബറിന്റെ ടൈമിലുള്ള കോൺക്വസ്റ്റുകൾ. ഓക്കെ, ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇപ്പൊ ബാറ്റിൽ ഓഫ് ആൽഡിഹട്ടി എന്ന് പറയുന്ന ആ ഒരു ബാറ്റിൽ 1575 നടന്നതാണ്. ഓക്കെ, അപ്പൊ അത് ആരായിരുന്നു ഒപ്പോണന്റ് ആയിട്ട് വരുന്നത്? ഓക്കെ, ആ ഒരു ജനറൽ, അതായത് നമ്മുടെ മുഗൾസിലെ അക്ബറിന്റെ ഓൺ ദി ബിഹാഫ് ഓഫ് അക്ബർ ആരായിരുന്നു ഈ ഒരു ഒപ്പോണന്റുമായിട്ട് ആ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്? ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ അക്ബറിന്റെയും ഹുമയൂണിന്റെയും ജഹാംഗീറിന്റെ ടൈമിലൊക്കെ പെയിന്റേഴ്സ് അല്ലെങ്കിൽ നല്ല നല്ല പെയിന്റിങ്ങുകൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പെയിന്റേഴ്സിനൊക്കെ ഒരു ടൈറ്റിലുകൾ കൊടുത്തിട്ടുണ്ട്. ആര് കൊടുത്തിട്ടുണ്ട്? എംപറർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. ദെൻ അഡ്മിനിസ്ട്രേഷൻ, പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അല്ലെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ വരുന്ന ടേമുകൾ നമുക്കറിയാം പേർഷ്യൻ ആണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പേർഷ്യൻ ടേമുകളാണ് ഇവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവണം. പിന്നെ ഫോറിൻ ട്രാവലേഴ്സ്, മുഗൾസിൽ, ഡൽഹി സുൽത്താനേറ്റിൽ എന്ന് പറയുന്നത് പോലെ തന്നെ മുഗൾസിലും വരുന്നുണ്ട്. നമുക്ക് ആൻഷ്യന്റ് തൊട്ടിട്ട് മിഡീവൽ പീരീഡ് വരെയുള്ള ആ ഒരു ടൈമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫോറിൻ ട്രാവലേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡൽഹി സൽത്താനേറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇബിന് ബത്തൂത്ത വരുന്നുണ്ട്. ആരുടെ ടൈമിലാണ് വരുന്നത് ഇബിന് ബത്തൂത്ത? ഇബിന് തുഗ്ലക് ബത്തൂത്ത തുഗ്ലക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ടൈമിൽ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മുഗൾസിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ വില്യം ഹോക്കിൻസ്, അത് ആരുടെ ടൈമിലാണ് വരുന്നത്? അക്ബറിന്റെ മകന്റെ പേരെന്താ? ജഹാംഗീർ. ജഹാംഗീറിന്റെ ടൈമിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, പിന്നെ റീസെന്റ് ആയിട്ട് ഇപ്പൊ എല്ലാ എക്സാമിനും, ഇപ്പൊ UGC നെറ്റ് ആണെങ്കിലും CUT UG PG ആണെങ്കിലും ഡെക്കാനി കിങ്ഡം, വിജയനഗര കിങ്ഡം, അഹോം കിങ്ഡം, ഇങ്ങനെയുള്ള കിങ്ഡത്തിൽ നിന്നൊക്കെ ഒരുപാട് പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലജിത് ബോർഫുഖാൻ എന്ന് പറയുന്ന ഒരു മിലിറ്ററി കമാൻഡറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലജിത് ബോർഫുഖാൻ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അഹോം കിങ്ഡം കേട്ടിട്ടുണ്ടോ? അഹോം, AHOM, അഹോം കിങ്ഡം. ഇങ്ങനെ ഒരു കിങ്ഡം ഉണ്ട് കേട്ടോ, ഉണ്ടായിരുന്നു. നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ, പ്രസന്റ് ആസാമിലാണ് ഈ ഒരു കിങ്ഡം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ലജിത് ബോർഫുഖാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ടെറിട്ടോറിയൽ പീക്ക്, മുഗൾസിന്റെ ടെറിട്ടോറിയൽ പീക്ക് ഔറംഗസീബിന്റെ ടൈമിലാണ് നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ടൈമിൽ
ഇനീഷ്യലി ആസാം ഒക്കെ കോൺഗ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ തിരിച്ച് അഹോം അവരുടെ ആ ഒരു ടെറിട്ടറി മുഗൾസിന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് അവരെ ആ ഒരു ബാറ്റിൽ വിജയിപ്പിച്ചിട്ടുള്ള മിലിറ്ററി കമാൻഡറിന്റെ പേരാണ് ലജിത് ബോർഫുഖാൻ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ദെൻ നമുക്കറിയാം ഡക്കാനി കിങ്ഡം ഉണ്ട്, ഡക്കാനി കിങ്ഡം അല്ലെങ്കിൽ ബഹ്മാനി കിങ്ഡം ഉണ്ട്, വിജയനഗര കിങ്ഡം ഉണ്ട്. ഇതിന്റെ ഫൗണ്ടേഴ്സ് ആരാണെന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനീഷ്യലി ബഹ്മാനി കിങ്ഡം, ദെൻ ലേറ്റർ പീരീഡിൽ 5 ഡക്കാനി സൽത്താനേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഓരോ കിങ്ഡവും അവരറിയപ്പെടുന്ന പേരും അവരുടെ ഫൗണ്ടറും. ഓക്കെ, അതേപോലെ തന്നെ അവരുടെ സീറ്റ് ഓഫ് പവർ. ഇപ്പോൾ നമ്മൾ അഹമ്മദാനഗർ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡം എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ ചാന്ദ് ബീവി എന്നുള്ള പേരൊക്കെ കേട്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ മാലിക് അംബർ ഒക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ ആ ഒരു കിങ്ഡത്തെ റെപ്രസെന്റ് ചെയ്തിട്ട് വരുന്ന ആളുകളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിലുള്ള നോട്ട് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും. ഇപ്പൊ എക്സാം ഇത്ര അടുത്ത കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ചോദിക്കാത്ത കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഓക്കെ, ദെൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി വരുന്ന സമയത്ത് ലേറ്റർ മുഗൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ടുള്ള ഇൻസിഡന്റുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, ദെൻ യൂറോപ്യൻ പെനിട്രേഷനിൽ ഏർലി സെറ്റിൽമെന്റ്സ്. ഇതിലാണ് നിങ്ങൾ കൂടുതലായിട്ട് നോക്കേണ്ടത്. ഫ്രാൻസും ബ്രിട്ടീഷും ഇവിടെ ഒരു കൊളോണിയൽ റെജീം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യലി 3 വാറുകൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇയർ, റീസൺ, അസോസിയേറ്റഡ് ആയിട്ടുള്ള ബാറ്റിൽസ്, ട്രീറ്റി, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്, ഇത് ഡയറക്റ്റ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ആംഗ്ലോ വിഎസ് ഇൻഡിജീനിയസ് കിങ്ഡം വാർസ്, അതായത് ആംഗ്ലോ മറാത്ത വാർ വരുന്നുണ്ട്, ആംഗ്ലോ മൈസൂർ വാർ വരുന്നുണ്ട്, ആംഗ്ലോ നേപ്പാൾ വാർ വരുന്നുണ്ട്, അപ്പോൾ അത് ആംഗ്ലോ ബർമീസ് വാർ വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ പീരീഡ്, ഇതിന്റെ ട്രീറ്റി, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ദെൻ 1857 റിവോൾട്ടിന്റെ വേരിയസ് ഡയമെൻഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1857 റിവോൾട്ടിൽ പല ഏരിയാസിലും പല ആളുകളാണ് ആ റിവോൾട്ടിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ജാൻസി എന്ന് പറയുന്ന MP-യിലുള്ള അല്ലെങ്കിൽ മധ്യപ്രദേശിലുള്ള ആ ഒരു ഏരിയയിൽ ആരായിരുന്നു? ജാൻസി റാണി ആയിരുന്നു. ഓക്കെ, ബഹാദൂർ ഷാ സഫർ, അദ്ദേഹത്തിന്റെ മിലിറ്ററി കമാൻഡർ ആയിട്ടുള്ള ജനറൽ ഭക്ത് ഖാൻ എവിടെയാണ് ഉണ്ടായിരുന്നു? ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം നാന ഫട്നാവിസ് ഉണ്ട്, അതേപോലെ തന്നെ താന്തിയ തോപ്പി ഉണ്ടായിരുന്നു, ബീഗം ഹസ്രത് മഹൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ പല ഏരിയാസിലായിരുന്നു അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു റിവോൾട്ട് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെ കൗണ്ടർ ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ ഒപ്പോസ് ചെയ്യാൻ വരുന്ന ബ്രിട്ടീഷ് കമാൻഡേഴ്സിന്റെ പേര് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ഓർത്തേക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ 1857 റിവോൾട്ടിനെ ആയിട്ട് ബന്ധപ്പെട്ട് ലേറ്റർ പീരീഡിൽ ഒരുപാട് ബുക്കുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഹിസ്റ്റോറിയൻസിന്റെ വ്യൂവിൽ ഈ 1857 റിവോൾട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പല ഡയമെൻഷനിൽ, ഫോർ എക്സാമ്പിൾ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ ലോഡ്സിന്റെ എന്താ പറയാ ഒരു റിബല്യൻ ആയിട്ടൊക്കെയാണ് ജവഹർലാൽ നെഹ്റു ഇതിനെ കാണുന്നത്. VD സവർക്കാണെങ്കിൽ ഇതിനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഹിസ്റ്റോറിയൻസിന്റെ വ്യൂടെ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, ഒരു ക്വസ്റ്റ്യൻ മീൻസ് എല്ലാ ഇയറിലും ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ബ്രിട്ടീഷിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള ആക്ടുകൾ. നിങ്ങൾ ചാർട്ടർ ആക്ടുകൾ കേട്ടിട്ടുണ്ടാവും, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ എന്താ പറയാ റെഗുലേറ്റിംഗ് ആക്ടുകൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വേരിയസ് റവന്യൂ സെറ്റിൽമെന്റ്സ്, റൈറ്റ് വാരി സെറ്റിൽമെന്റ് വരുന്നുണ്ട്, മഹൽവാരി സെറ്റിൽമെന്റ് വരുന്നുണ്ട്, പെർമനന്റ് സെറ്റിൽമെന്റ്, ജമീന്ദാരി സെറ്റിൽമെന്റ് വരുന്നുണ്ട്. ഇതൊക്കെ ഏത് ഏരിയയിലാണ് വരുന്നത്? ഇതിൽ ഏറ്റവും കൂടുതൽ പേഴ്സൻറ്റേജ് വരുന്നത് ആരാണ്? ഓക്കെ, ഇത് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ ജമീന്ദാരി സിസ്റ്റം ആരാ കൊണ്ടുവന്നിട്ടുള്ളത്? ഈ ജമീന്ദാരി സിസ്റ്റം എവിടെയാണ് ഉണ്ടായിരുന്നത്? ബംഗാൾ. ആ, മോസ്റ്റ്ലി ആ ഒരു ഏരിയയിൽ ബംഗാൾ, ബീഹാർ ആ ഒരു റീജിയനിലാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ റൈറ്റ് വാരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷ് ഓഫീസറുടെ പേരെന്താ എന്ന് പറയാൻ പറ്റും? നിങ്ങൾ അലക്സാണ്ടർ റീഡ്, തോമസ് മൺറോ ഒക്കെ കേട്ടിട്ടുണ്ടോ? മദ്രാസ് പ്രൊവിൻസിലൊക്കെ വരുന്ന ഒരു കാര്യമാണ് റൈറ്റ് വാരി സെറ്റിൽമെന്റ്. പിന്നെ അതേപോലെ തന്നെ കോളിൻ മക്കൻസി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മഹൽവാരി സെറ്റിൽമെന്റിൽ വരുന്നത്. അത് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസിലൊക്കെയാണ് അത് പ്രധാനമായിട്ട് വരുന്നത്. നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാൻ, ഇപ്പോഴത്തെ നമ്മുടെ പഞ്ചാബ് ആ ഒരു ഏരിയയിൽ. ഓക്കെ, പിന്നെ റവന്യൂ സെറ്റിൽമെന്റ്, പിന്നെ അതർ മേജർ സെറ്റിൽമെന്റ് ഡെവലപ്മെന്റുകൾ, അതായത് ബ്രിട്ടന്റെ അണ്ടറിൽ വേരിയസ് എന്താ പറയുക കമ്മീഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഫെമൈൻ കമ്മീഷൻസ് വരുന്നുണ്ട്, കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മീഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഗവൺമെന്റ് മിഷനറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കമ്മീഷൻസുകളും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ടുള്ള റീഫോമിസ്റ്റ്, റിവൈവലിസ്റ്റ് മൂവ്മെന്റുകളാണ്. ഓക്കെ, ഇപ്പൊ റിഫോമിസ്റ്റ് മൂവ്മെന്റിൽ വരുന്ന പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്?
റിവൈവലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ്, അതിന്റെ ഫൗണ്ടേഴ്സ് ആരാണ്, അതിന്റെ ഇയർ എന്താണ്, ഇത്രയെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ. അപ്പോൾ അലിഗഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ സർ സയ്യിദ് അഹമ്മദ് ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ ഒരു ടൈം വരുന്നത് 1875 സംതിങ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ വഹാബിസം അങ്ങനെയുള്ള ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആര്യ സമാജ് വരുന്നുണ്ട്, ബ്രഹ്മ സമാജ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പല മൂവ്മെന്റുകളും എവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ ആ ഒരു 1800-ൽ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ദെൻ പ്രധാനമായിട്ടും INC ഫോം ചെയ്യുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട അസോസിയേഷൻ ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ മദ്രാസ് നാറ്റീവ് അസോസിയേഷൻ വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഫൗണ്ടർ ആരാണ്, ഇതിന്റെയൊക്കെ ഇയർ ഏതാണ്, അല്ലെങ്കിൽ ഈ ഫൗണ്ടിങ് ടൈമിലുള്ള പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആരൊക്കെയാണ്, ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ദെൻ വേരിയസ് ന്യൂസ് പേപ്പേഴ്സ്. ഓക്കെ, ജെയിംസ് അഗസ്റ്റ് ഹിക്കെ എന്ന് പറയുന്ന ഫസ്റ്റ് ന്യൂസ് പേപ്പറിന്റെ ആ ഒരു വ്യക്തിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ വേരിയസ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഉണ്ടായിട്ടുണ്ട്, റീജിയണൽ ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബാലഗംഗാധര തിലക് എഴുതിയ ന്യൂസ് പേപ്പറിന്റെ പേരെന്താ? ആ, ബാലഗംഗാധർ തിലക് എഴുതിയ ന്യൂസ് പേപ്പറിന്റെ പേരെന്താ? ഒന്ന് നോക്കണേ. അതേപോലെ തന്നെ ഓൾറെഡി പറഞ്ഞു, വേരിയസ് ബ്രിട്ടീഷ് കമ്മീഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഫ്രീഡം മൂവ്മെന്റിൽ നടക്കുന്ന മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ് ഫേസിലുള്ള പ്രധാനപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഇവന്റ്സ് ചോദിക്കുന്നുണ്ട്. ദെൻ ഗാന്ധിൻ ഫേസിലുള്ള അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ നമ്മുടെ ചാമ്പാരൻ സത്യാഗ്രഹനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഭാവിയിൽ കേരളയെ കുറിച്ച് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റിനെ കുറിച്ച് ചോദിക്കാം. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാം ആയതുകൊണ്ട് അദ്ദേഹം എത്ര തവണ കേരളത്തിൽ വന്നു, ഏതൊക്കെ ടൈമിലാണ് വന്നത്, ആ ഒരു കാര്യമൊക്കെ മേ ബി ചോദിക്കാം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ റെവല്യൂഷണറി ഓർഗനൈസേഷൻ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ലീഡേഴ്സ്, ഇത് നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ഇൻട്രസ്റ്റഡ് ഏരിയ ആണ്. ഫോർ എക്സാമ്പിൾ ഗദർ പാർട്ടി, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഏരിയ ആണ് പ്രധാനപ്പെട്ടുള്ള ഗവർണർ ജനറൽമാർ, വൈസ് റോയ്സ്, അവരുടെ അണ്ടറിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിൽ നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് വ്യക്തികളുണ്ട്. ലോർഡ് ഡെൽഹൌസി വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ലോർഡ് കോൺവാലിസ് വരുന്നുണ്ട്, ലോർഡ് വെല്ലസ്ലി വരുന്നുണ്ട്, അതേപോലെ തന്നെ ലോർഡ് ഡഫ്രിൻ വരുന്നുണ്ട്, പിന്നെ വരുന്നത് ലോർഡ് കർജൻ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് മൗണ്ട് ബാറ്റൻ വരുന്നുണ്ട്, എല്ലിങ്തോ വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണൽ പാക്ട്, അതായത് പൂന പാക്ട് ഉണ്ടല്ലോ, പൂന പാക്ടിന്റെ ടൈമിലുള്ള ഗവർണർ വൈസ്രോയുടെ പേരൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ടുള്ള പേഴ്സണാലിറ്റീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഗാന്ധിജിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് മീൻസ് ഗാന്ധിജിയെ കുറിച്ച് ഡയറക്റ്റ് ചോദിക്കല്ല, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ലൈഫ് ഇവന്റിലുള്ള പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നെഹ്റുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അംബേദ്കറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ബാലഗംഗാധര തിലകിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇത് PYQ ഡിസ്കഷൻ ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഈ ജസ്റ്റ് ഒരു ഏരിയ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് ഈ ഒരു ടോപ്പിക് ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക ഗൂഗിളിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പ് IAS എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ നോട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഒരുപാട് നോട്ട് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഗൂഗിൾ ചെയ്തിട്ട് അത് സെർച്ച് ചെയ്ത് നോക്കിയാലും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് നോട്ട് വരും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ PYQ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് GK ടുഡേ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓൾമോസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവർ ഡയറക്റ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിലൊക്കെ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവർ ഡയറക്റ്റ് എടുക്കുന്നത്, എക്സെപ്റ്റ് കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. പിന്നെ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചേര കിങ്ഡം റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടുകൾ ചോദിക്കുന്നുണ്ട്. പിന്നെ അതർ ചേര കിങ്ഡം ഡിക്ലൈൻ ചെയ്തിട്ട് വരുന്ന കുറച്ച് മൈനർ കിങ്ഡം ഉണ്ട്. ജാമൂരിൻസ് വരുന്നുണ്ട്, കൊച്ചിൻസ് വരുന്നുണ്ട്, കൊച്ചിയിലുള്ള കിങ്ഡം വരുന്നുണ്ട്, തിരുവിതാംകൂർ കിങ്ഡം വരുന്നുണ്ട്, കോലോത്തുനാട് വരുന്നുണ്ട്, വേനാട് കിങ്ഡം വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അറക്കൽ ഫാമിലീസ് വരുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് മെറ്റീരിയൽ ഞാൻ അടുത്ത സ്ലൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഈ അടുത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരളമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ വർക്ക് നിങ്ങൾ കൂടുതൽ നോക്കുക. അതല്ലാണ്ട് നിങ്ങൾ നോക്കേണ്ട കുറച്ച് കേരളമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹിസ്റ്റോറിയൻസ് ഉണ്ട്, അവരുടെ വർക്കുകൾ ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. പിന്നെ നമ്മുടെ മെഗാലിറ്റിക് കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കേരളം പ്രധാനമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ പ്രധാനമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതിലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കാത്ത, ഫോർ എക്സാമ്പിൾ മൊറയൂർ എന്ന് പറയുന്നത് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പാലക്കാടിലുള്ള ഒരു മെഗാലിത്തിക് സൈറ്റിനെ കുറിച്ച് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ക്രിപ്ഷൻ റിലേറ്റഡ് വിത്ത് കേരള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻസ്ക്രിപ്ഷൻ. ഫോർ എക്സാമ്പിൾ ജൂയിഷ് കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ വരുന്നുണ്ട്, തരിസപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ വരുന്നുണ്ട്, മമ്പള്ളി പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏത് ടൈം പീരീഡിലാണ് വരുന്നത്, ഏതെങ്കിലും റൂളറുമായിട്ട് കണക്റ്റഡ് ആണോ, ഇതിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ കാര്യം എന്താണ്, ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. ദെൻ മലയാളത്തിലുള്ള ന്യൂസ് പേപ്പർ, ഫോർ എക്സാമ്പിൾ രാജ്യസമാചാരം. ഓക്കെ, അപ്പൊ അത് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ഇയർ ഏതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡെവലപ്മെന്റുകളിലൂടെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. പിന്നെ ഡിക്ഷണറീസ് വരുന്നുണ്ട്, വേരിയസ് ഡിക്ഷണറീസ് വരുന്നുണ്ട്, ഹെർമൻ ഗുണ്ടക്ടറിന്റെ വരുന്നുണ്ട്, അതിനുശേഷം സാൻസ്ക്രിറ്റ് ഡിക്ഷണറി വരുന്നുണ്ട്, പ്യുവർ മലയാളം ഡിക്ഷണറികൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫൗണ്ടേഴ്സ് ആരാണ്, കറസ്പോണ്ടന്റ് ഇയർ ഏതാണ്, ഇത് ഇമ്പോർട്ടൻറ്റ് ഫ്രീഡം മൂവ്മെന്റ്സ്. ഓക്കെ, ലീഡേഴ്സ്, ഇയർ, അതിന്റെ ഔട്ട്കം. ഫോർ എക്സാമ്പിൾ വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ വരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ എന്ത് പറയുന്നത് ഒരു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, പിന്നെ സോഷ്യൽ റിഫോമേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഞാൻ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആളുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇദ്ദേഹത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് ഇവരുടെ ബുക്ക് എന്താണ്, ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഓർഗനൈസേഷൻ ഉണ്ടോ, അതെങ്കിലും ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. നാരായണ ഗുരു വരുന്നുണ്ട്, പണ്ഡിറ്റ് കറുപ്പൻ വരുന്നുണ്ട്, ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി വരുന്നുണ്ട്, അയ്യങ്കാളി വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. ഒരാൾക്ക് ഒരു 3 മിനിറ്റ് മാക്സിമം കൊടുത്താൽ മതി. ഓക്കെ, കൂടുതൽ ടൈം കളയരുത്. നിങ്ങൾക്ക് ലാസ്റ്റ് ആണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ പറയുന്നുണ്ട്, നിങ്ങൾ ബ്ലണ്ടർ ആവരുത് ലാസ്റ്റ്. ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ ലാസ്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നോക്കേണ്ട ഒരു ഏരിയ ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ദെൻ ഹിസ്റ്റോറിയോഗ്രഫി വരുന്ന സമയത്ത് ടൈപ്പ് ഓഫ് സോഷ്യലിസം, നിങ്ങൾ ഫാബിയൻ സോഷ്യലിസം കേട്ടിട്ടുണ്ടാവും, സയന്റിഫിക് സോഷ്യലിസം കേട്ടിട്ടുണ്ടാവും. ഇതിന്റെയൊക്കെ ഫൗണ്ടർ ആരാണ്, അതിന്റെ കീ കൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ എഴുതിയിട്ടുള്ള ബുക്കുകൾ എന്താണ്. ദെൻ കോഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ദെൻ വേരിയസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രഫി, ഫോർ എക്സാമ്പിൾ സബാൾട്ടൻ വരുന്നുണ്ട്, മാർക്സിസ്റ്റ് വരുന്നുണ്ട്, കേംബ്രിഡ്ജ് വരുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വേൾഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അനൽസ് എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് ഹിസ്റ്റോറി ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഞാൻ ഇവിടെ കേരളമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഓക്കെ, നിങ്ങൾ എന്താ പറയാ, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ തന്നെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള എന്താ പറയാ അവരുടെ മെറ്റീരിയൽ ആണ്. ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെ വായിക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? നമ്മളിപ്പോൾ ജസ്റ്റ് വെറുതെ ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ആൻസർ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇൻട്രോ ആയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞത്. ഇത് ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. എല്ലാവർക്കും ക്ലിയർ ആണ്. ഇതാണ് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും ചെയ്തിട്ടില്ലേ? നിങ്ങൾക്ക് ഇത് വിസിബിൾ ആണോ? സ്ക്രീനിൽ വിസിബിൾ ആണോ? ക്വസ്റ്റ്യൻ പേപ്പർ വിസിബിൾ ആണോ? ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നുണ്ട്. എടോ, നിങ്ങൾ ജസ്റ്റ് ഞാൻ 1 മണിക്കൂറുള്ള ക്ലാസ് എടുക്കുന്നത്, നിങ്ങളുടെ ലാസ്റ്റ് ടൈമാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കിയിട്ടില്ല എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഐ മീൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പഠിച്ചു പോകുന്നത് പോലെ തന്നെ പഠിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ കൂടുതൽ കൺഫ്യൂഷൻ ആക്കിയതല്ല, അത് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തായാലും 1 മണിക്കൂറുള്ള ആകെ ക്ലാസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഇൻട്രാക്ട് ചെയ്യുള്ളൂ പ്ലീസ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്ക്, ഇതൊക്കെ സിമ്പിൾ ആണ്. ഐ മീൻ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ആൻസർ അറിയില്ലേ? ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീണ്ടും കാണുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഐ മീൻ കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ, കോൺവെർസേഷൻ ബിറ്റ്വീൻ നാഗസേന ആൻഡ് മിയാൻഡർ. ഓക്കെ, ഈ മിയാൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്?
മിയാൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ മിയാൻഡർ എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ടുണ്ടോ? മുജീബ് മുജീബുർ റഹ്മാൻ. അഷ്ഫാഖ്. അഷ്ഫാഖ് വായിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ നോക്കിയില്ല. ഓക്കെ. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഐ മീൻ ആരെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ, നിങ്ങൾ ഇതിന്റെ ആൻസർ ഒന്ന് പറയാൻ പറ്റുമോ? ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ നാഗസേന ആൻഡ് മിയാൻഡർ. നിങ്ങൾക്ക് ഇതിൽ ആൻസർ പറയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് മിയാൻഡർ ആരാണെന്നുള്ള ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ആൻസർ മിലൻഡോ പാൻഹോ എന്ന് പറയുന്ന ആ ഒരു വർക്കാണ് ഇൻ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ നാഗസേന ആൻഡ് മിയാൻഡർ. അതായത് നോക്ക്, അവർ തെറ്റിക്കാൻ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്താ? മിലിൻഡോ പാൻഹോന്റെ തന്നെ മുമ്പ് കുറച്ച് വേറെ ആൽഫബറ്റ് ഇട്ടിട്ട് അത് ജസ്റ്റ് പേര് മാറ്റിയെന്നുള്ളൂ. ഓക്കെ. ഈ മിയാൻഡർ എന്ന് പറഞ്ഞാൽ ഇന്തോ ഗ്രീക്ക് കിങ് ആണ്. നമുക്കറിയാം മൗര്യാസിന് ശേഷം ഇന്തോ ഗ്രീക്ക് കിങ്ങുകൾ വരുന്നുണ്ട്. ഓക്കെ, നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ. സൈമൾട്ടേനിയസ്ലി ഇന്ത്യയിൽ ശുങ്കാസ് വരുന്നുണ്ട്, കൻവാസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെ പെടുന്ന ഇന്തോ ബാക്ടീരിയ അല്ലെങ്കിൽ ഇന്തോ ഗ്രീക്ക് കിങ് ആയിട്ടുള്ള നമ്മുടെ മിയാൻഡർ എന്ന് പറയുന്ന ഫസ്റ്റും അതേപോലെ തന്നെ നാഗസേന എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് മോങ്ങും തമ്മിൽ നടന്നിട്ടുള്ള കോൺവെർസേഷൻ ആണ് ഈ മിലിൻഡോ പാൻഹ എന്ന് പറയുന്ന ഈ ഒരു വർക്കിൽ വിവരിച്ചിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. നിങ്ങൾക്ക് വിസിബിൾ ആണോ? കാണുന്നുണ്ടോ? പ്രയാസമൊന്നുമില്ലല്ലോ? കാണാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ദ ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് ബാങ്കിങ് ട്രാൻസാക്ഷൻ ഇൻ ഇന്ത്യ കംസ് ഫ്രം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഐ മീൻ നോർമലി ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്കറിയാം ഏർലിയസ്റ്റ് കറൻസിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ടുള്ള കോയിൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? ഗുപ്തയാണ്. നിങ്ങൾ പഞ്ച് മാർക്ക് കോയിൻ കേട്ടിട്ടുണ്ടോ? പഞ്ച് മാർക്ക് കോയിൻ അതെവിടെ വരുന്നത്? ഏത് ടൈം പീരീഡിലാണ് വരുന്നത്? ലേറ്റർ വേദിക്കിലാണോ? ലേറ്റർ വേദിക്കിലൊക്കെ വരുന്നുണ്ട്. നിഷ്ക എന്ന് പറയുന്ന പഞ്ച് മാർക്കഡ് കോയിനൊക്കെ ഏർലി വേദിക്കിലും ലേറ്റർ വേദിക്കിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ നോർമലി ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ള ട്രാൻസാക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്തായാലും കറൻസിയുടെ ഇടപാട് വരും. അപ്പോൾ അവിടെ ചിലപ്പോൾ കടം വരും, അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് വരും. ഓക്കെ, അപ്പൊ ഇനീഷ്യലി നമുക്ക് ഏർലി വേദിക്കിലും ലേറ്റർ വേദിക്കിലും ഈ ഒരു കറൻസി ഉണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, മൗര്യൻ എറ വേദിക് എറയ്ക്ക് ശേഷമാണ് വരുന്നത്. വേദിക് എറയ്ക്ക് ശേഷമാണ് ഗുപ്ത എറ വരുന്നത്. ഗുപ്തയ്ക്ക് കഴിഞ്ഞിട്ടാണ് മിഡീവൽ വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചിന്തിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ഗുപ്ത ഇറയിൽ ദീനാർ എന്ന് പറയുന്ന ഗോൾഡ് കോയിൻ വരുന്നുണ്ട്, മൗര്യാസിലും പഞ്ച് മാർക്ക് കോയിൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ പഞ്ച് മാർക്ക് കോയിൻ ഈവൻ ജനപദാസിൽ വരുന്നുണ്ട്, വേദിക് പീരീഡിൽ വരുന്നുണ്ട്, മഹാജനപദാസിൽ വരുന്നുണ്ട്, ഫസ്റ്റ് എംപയർ ആയിട്ടുള്ള മൗര്യൻസിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഏതാ ചൂസ് ചെയ്യാൻ പറ്റുക? വേദിക്കറ എന്ന് പറയുന്ന ആ ഒരു കാര്യം ചൂസ് ചെയ്യാൻ ഐ മീൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത്. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയാ, നമ്മുടെ ആ ഒരു ലോജിക്ക് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു കാര്യം അറിയാം, അതായത് പഞ്ച് മാർക്ക് കോയിൻ എന്ന് പറയുന്നത് വേദിക്കിലും ഏർലി വേദിക്കിലും ഐ മീൻസ് അവിടെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാര്യം നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രീ ഹിസ്റ്റോറിക് സൈറ്റ്. ഓക്കെ, പ്രീ ഹിസ്റ്റോറിക് സൈറ്റിൽ തന്നെ ഇത് വരുന്നത് ഏതാണ്? നിയോലിത്തിക് സൈറ്റ് ആണ് വരുന്നത്. നിയോലിത്തിക്, അതേപോലെ തന്നെ പാലിയോ മെസോ നിയോലിത്തിക് സൈറ്റ് ആയിട്ടുള്ള ഗുഫ്ക്രൽ, അത് എവിടെയാണുള്ളത്? എവിടെയാണ്? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക, കേട്ടില്ല. തെറ്റിയ കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾ ഇനി ജമ്മു കാശ്മീരിലാണ് വരുന്നത്. ഓക്കെ, ഗുഫ്ക്രൽ എന്ന് പറയുന്നത് നിങ്ങൾ പിറ്റ് ഡ്വെല്ലിങ്സ് ഒക്കെ കേട്ടിട്ടുണ്ടോ? പിറ്റ് ഡ്വെല്ലിങ്സ്, അതായത് പണ്ടത്തെ ഈ പിറ്റ് ഡ്വെല്ലിങ്സ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഗുഫ്ക്രൽ എന്ന് പറയുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഗുഫ്ക്രൽ ഉള്ളത്. ഓക്കെ, അപ്പൊ രാജസ്ഥാനിൽ ബാഗോർ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മധ്യപ്രദേശ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദംഗർ വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഭിംബേട്ക വരുന്നുണ്ട്. അപ്പൊ ഈ സൈറ്റിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നിങ്ങൾ ഓർത്തു വെക്കുക. ഈ ഭിംബേട്കയിലൊക്കെയാണ് ഫസ്റ്റ് പെയിന്റിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനു മുമ്പ് വേറൊരു സ്ഥലമുണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നു. അതായത് ഇനീഷ്യലി വരുന്ന പെയിന്റിങ് ഭിംബേട്കയിലല്ല,
അതിന് മുമ്പ് വേറൊരു സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ബിംബേഡ്കയിൽ വരുന്നത്. ബിംബേഡ്കയിൽ പക്ഷെ ആ പെയിന്റിങ് കുറച്ചുകൂടെ മീൻസ് ആ പെയിന്റിങ്ങുകൾ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ട്രൈബൽ കിങ്ഡംസ് അല്ലെങ്കിൽ ഉപനിഷത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ വേദിക് ലേറ്റർ വേദിക് പീരീഡിനെയാണ് ഈ ഉപനിഷത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്കറിയാം ഒരുപാട് ജനപദാസ്, മഹാജനപദാസ്, ട്രൈബൽ കിങ്ഡംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ രാജാക്കന്മാർ, മൊണാർക്കി ഉണ്ട്, അവിടെ ഒലിഗാർക്കി ഉണ്ട്. ഒലിഗാർക്കി എന്ന് പറഞ്ഞാൽ എന്താ? മൊണാർക്കി എന്ന് പറഞ്ഞാൽ സിംഗിൾ കിങ് ആയിരിക്കും അവിടെ. ഒലിഗാർക്കി എന്ന് പറഞ്ഞാൽ പല ആളുകൾ ഭരിക്കുന്ന റിപ്പബ്ലിക്കുകൾ. ഓക്കെ, നിങ്ങൾ ലിച്ചാവീസ് കേട്ടിട്ടുണ്ടോ? ലിച്ചാവീസ് ലിച്ചാവി എന്ന് പറയുന്ന ഒരു കിങ്ഡത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ട്. ഓക്കെ, ഈ ലിച്ചാവീസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എന്താണ്? അവരൊക്കെ റിപ്പബ്ലിക്കുകളാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? കിങ് അശ്വാപതി ഓഫ് ഉപനിഷത്തിക് ഏജ് ഈസ് ബിലോങ്സ് ടു വിച്ച് ഈസ് എ കിങ് ഹു ബിലോങ്സ് ടു വിച്ച് കിങ്ഡം? ഓക്കെ, ഇതിൽ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് ഇതെന്ന് വെച്ചാൽ ഇത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫാക്ട് നമുക്ക് കിട്ടണം, അല്ലാണ്ട് നമുക്ക് ഇതിൽ ആൻസറിലോട്ട് എത്താൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത് അറിയോ? ഇതിന്റെ ആൻസർ അറിയോ? അതായത് ഇപ്പൊ മത്യസ, ശൂരസേന, പാഞ്ചാല, കേകയ. ഓക്കെ, ഇതിൽ പാഞ്ചാല, മത്യസ, ശൂരസേന എന്നൊക്കെ പറഞ്ഞാൽ മഹാജനപദാസ് ആണ്. ടോട്ടൽ എത്ര മഹാജനപദാസ് ഉണ്ട്? 16. 16. അതിൽ ലാസ്റ്റ് 4 പ്രോമിനന്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ തന്നെ അറ്റ് ദ എൻഡ് വരുന്ന സൂപ്പർ പവർ ആരാണ്? മഗധ. മഗധ. ഈ മഗധയിൽ ഏതൊക്കെ ഡൈനാസ്റ്റികൾ ഉണ്ടായിരുന്നത്? ഹര്യങ്ക ഡൈനാസ്റ്റി, ഹര്യങ്ക വരുന്നുണ്ട്, ശിശുനാഗ വരുന്നുണ്ട്, നന്ദ ശിശുനാഗ്, ഡൈനാസ്റ്റി. നന്ദ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടത്തേക്ക് റൂളേഴ്സിനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ കിങ് അശ്വപതി നിങ്ങൾക്ക് നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? ഈ കിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ക്ലാസ് എടുത്ത സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് പഠിച്ച സമയത്ത് ഇത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പാർട്ട് നമുക്ക് ഏതിൽ കിട്ടും? അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യുക, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു 5 മിനിറ്റുള്ള ആകെ എടുക്കുക, ഉപനിഷത്തിക് അല്ലെങ്കിൽ വേദിക് ടൈമിലുള്ള കിങ്ങുകൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. ഓക്കെ, ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ എൻഡിൽ UGC നെറ്റ് ഹിസ്റ്ററി എന്ന് അടിക്കുക. അതായത് വേദിക് ലേറ്റർ വേദിക് കിങ് എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ എൻഡിൽ UGC നെറ്റ് ഹിസ്റ്ററി അടിക്കുക. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്പിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേരിയസ് ആയിട്ടുള്ള കിങ്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വിദേഹ എന്ന് പറയുന്ന കിങ്ഡത്തിൽ ഒരു ജനക എന്ന് പറയുന്ന ഒരു കിങ്ഡം ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഉദ്യാന എന്ന് പറയുന്ന ഒരു കിങ്, വത്യസ എന്ന് പറയുന്ന ഒരു കിങ്ഡത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് കിങ്ങുകൾ ഭരിച്ചിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ ഇത് ചോദിക്കാം, അടുത്തതിൽ വേറെ ഏതെങ്കിലും രാജാവിനെ കുറിച്ച് ചോദിച്ചിട്ട് അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കിങ്ഡം ഏതാണെന്നുള്ളത് ചോദിക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആയോ? ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക. അതായത് നമുക്ക് എന്താണ് ഇവർ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ എന്താണോ അതിനനുസരിച്ച് നമ്മൾ പഠിച്ചാലുള്ളൂ ഈ ഒരു എക്സാം എന്നല്ല ഏതൊരു എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ നോക്കൂ. സിമുഗ വാസ് ദ ഫൗണ്ടർ ഓഫ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഡൈനാസ്റ്റി? കേട്ടിട്ടുണ്ടോ? സിമുഗ ആരാന്ന് കേട്ടിട്ടുണ്ടോ? ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന കിങ്ഡംസ് ഏതൊക്കെയാണ്? നിങ്ങൾ ഇതിൽ കേട്ടിട്ടുള്ള കിങ്ഡംസ് ഏതൊക്കെയാണ്? ഇതൊക്കെ ഏതൊക്കെ പീരീഡിലാണ് വരുന്നത്? ശതവാഹനാസ് കേട്ടിട്ടുണ്ടോ? പോസ്റ്റ് മൗര്യൻ അല്ലെങ്കിൽ മൗര്യന്റെ ലാസ്റ്റ് ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ശതവാഹനാസ് വരുന്നത്. ഈ കടമ്പാസ് ആണെങ്കിലും ഗംഗാസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ ഒരു ഗുപ്താസിന്റെ മുമ്പും ഗുപ്താസിന്റെ ആ ഒരു കണ്ടംപററി ആയിട്ടും ലേറ്റർ പീരീഡിലുമാണ് അവർ വരുന്നത്. ഈ കക്കാത്തിയാസ് എന്ന് പറയുന്ന കിങ്ഡത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ രുദ്രമാദേവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങളൊരു മൂവി ഒക്കെ കണ്ടിട്ടുണ്ടോ, രുദ്രമാദേവി? ഓക്കെ, ഈ കക്കാത്തിയ കിങ്ഡത്തിന്റെ ക്യൂൻ ആയിരുന്നു രുദ്രമാദേവി. ഓക്കെ, അപ്പൊ ഈ സിമുഗ എന്ന് പറയുന്നത് ശതവാഹന കിങ്ഡത്തിന്റെ ഫൗണ്ടറാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കടമ്പ എന്ന് പറയുന്ന ഈ കിങ്ഡത്തിന്റെ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? ഗംഗ എന്ന് പറയുന്ന കിങ്ഡത്തിൽ ഗംഗ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി ഉണ്ട്, വെസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി ഉണ്ട്. നിങ്ങൾ ആനന്ദ് ചൂട ഗംഗയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ജഗന്നാഥ് ടെമ്പിൾ ഒക്കെ കേട്ടിട്ടുണ്ടോ? ജഗന്നാഥ് ടെമ്പിൾ പൂരി. അപ്പൊ അതിന്റെയൊക്കെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കിങ് ആണ് നമ്മുടെ ആനന്ദ് ചൂടഗംഗ എന്ന് പറയുന്നത്. അദ്ദേഹം ഈസ്റ്റേൺ ഗംഗ ഡൈനസ്റ്റിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ ഗംഗ ഡൈനസ്റ്റിനെ രണ്ടായിട്ടുണ്ട്.
ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി ഉണ്ട്, വെസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി ഉണ്ട്. ഇവരുടെ ഫൗണ്ടർ ആരാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. അതേപോലെ തന്നെ കക്കാത്തിയ എന്ന് പറയുന്ന കക്കാത്തിയ കിങ്ഡത്തിന്റെ ഫൗണ്ടർ ആരാണെന്നുള്ളത് കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ നോക്കിയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, പെട്ടെന്ന് നിങ്ങളൊന്ന് എഴുതി വെച്ചോ. ഗംഗ ഡൈനാസ്റ്റി, വെസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി കൃതിവർമ്മൻ ഫസ്റ്റ്. ദെൻ ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി ആനന്ദവർമ്മൻ ചൂടഗംഗ ഫസ്റ്റ്. ദെൻ കക്കാത്തിയ കിങ്ഡം രുദ്രദേവ ഓർ പ്രതാപരുദ്രദേവ ഫസ്റ്റ്. നിങ്ങൾ യാദവാസ് കേട്ടിട്ടുണ്ടോ? യാദവ കിങ്ഡം അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈമിൽ Yes. യാദവ കിങ്ഡം. ഓക്കെ, യാദവാസിന്റെ ക്യാപിറ്റൽ എവിടെയാ? ഈ കക്കാത്തിയ കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ വാറങ്കലാണ്. കടംബാസിന്റെയും നമ്മുടെ ബാംഗ്ലൂര് മൈസൂർ റീജിയൻ ആണ് വരുന്നത്. ശതവാഹനാസിന്റെ പൈത്താൻ അല്ലെങ്കിൽ പ്രതിസ്ഥാന മഹാരാഷ്ട്രയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ യാദവാസ് ഓഫ് ദേവഗിരി ബില്ലാമ 5, ബില്ലാമ BHILLAMA, ബില്ലാമ 5 ആണ് വരുന്നത്. ദെൻ ഹൊയ്സാലാസ് ഓഫ് ദാരസമുദ്ര, നമ്മുടെ സദേൺ പാർട്ടിൽ വരുന്ന ഒരു കിങ്ഡം ആണ് ഹൊയ്സാലാസ്. നിങ്ങൾ നാഗര സ്റ്റൈല്, അതേപോലെ തന്നെ ദ്രവിഡ സ്റ്റൈല്, അതേപോലെ തന്നെ നാഗര, ദ്രവിഡ, ബേഴ്സാര സ്റ്റൈലുകൾ കേട്ടിട്ടുണ്ടോ? ടെമ്പിൾ ആർക്കിടെക്ചറുകൾ കേട്ടിട്ടുണ്ടോ? അതിൽ ബേഴ്സാര സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കിങ്ഡം ആണ് നമ്മുടെ ഹോയ്സാലാസ്. ഹോയ്സാല കിങ്ഡത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് വിഷ്ണുവർദ്ധന. ഓക്കെ, ഈ വിഷ്ണുവർദ്ധന എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഹർഷവർദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹർഷവർദ്ധന ഉണ്ട് സർ. ഈ ഹർഷവർദ്ധനയുടെ ഡൈനാസ്റ്റി ഏതാ? പുഷ്യബുദ്ധി ഡൈനാസ്റ്റി. അവരുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ ഏതാ? താനേശ്വർ. താനേശ്വർ. ലേറ്റർ പീരീഡിൽ കനൗജ്. ഓക്കെ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള പോയറ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ഒക്കെ എഴുതിയിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിന്റെ പേരെന്താ? ബാണഭട്ട എഴുതിയിട്ടുള്ള ഹർഷചരിത. ബാണഭട്ടയുടെ മറ്റൊരു പ്രധാനപ്പെട്ടുള്ള വർക്ക് എന്താ അറിയോ? ആർക്കെങ്കിലും അറിയോ? കടംബരി. ഓക്കെ, അപ്പൊ ചോള ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറിന്റെ പേരെന്താ? ഇമ്പീരിയൽ ചോളയുടെയാണ് ഞാൻ ചോദിക്കുന്നത്. ആൻഷ്യന്റ് ടൈമിൽ ഒരു ചോള ഡൈനാസ്റ്റി ഉണ്ട്, മിഡീവൽ ടൈമിൽ വരുന്നതാണ് ഇമ്പീരിയൽ ചോള. അതിൽ നിങ്ങൾ ചിലപ്പോൾ രാജരാജ ചോളയെ കുറിച്ചും കേട്ടിട്ടുണ്ടാവും, രാജേന്ദ്രനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അവരുടെ ഫൗണ്ടർ ആയിട്ട് വരുന്നത് വിജയാലയ ചോളയാണ്. നിങ്ങൾ പല്ലവാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പല്ലവാസ് ഓഫ് കാഞ്ചി. കാഞ്ചി. പല്ലവാസ് ഓഫ് കാഞ്ചി, ചോളാസ് ഓഫ് തഞ്ചാവൂർ, പാണ്ഡ്യാസ് ഓഫ് മധുര. ദെൻ ചോളാസിന്റെ സെക്കൻഡ് ക്യാപിറ്റൽ ഏതാണ്? ഗംഗൈക്കൊണ്ട ചോളാപുരം. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സംഘം ടൈമിൽ ചേര ചോള പാണ്ഡ്യാസ് ഉണ്ട്. അപ്പൊ അവരുടെ എംബ്ലം ഏതാണ്? അവരുടെ ക്യാപിറ്റൽ ഏതാണ്? അവരുടെ മേജർ പോർട്ട് സിറ്റി അല്ലെങ്കിൽ അവരുടെ മേജർ പോർട്ട് ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കണേ. അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ചോദിക്കാം. പല്ലവാസിന്റെ ഫൗണ്ടർ ആരാണ്? സിംഹവിഷ്ണു. നിങ്ങൾ മഹാബലിപുരത്തിലുള്ള പഞ്ചരഥാസ് ഒക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പഞ്ചരഥാസ് ഓഫ് മഹാബലിപുരം. അതൊക്കെ നമ്മുടെ പല്ലവാസ് റൂളേഴ്സ് ആണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. മക്കളെ, നിങ്ങൾ ക്ലാസ് ഒക്കെ കേട്ടിട്ട് ലാസ്റ്റ് എക്സാമിന് വേണ്ടി നിൽക്കുകയല്ലേ? നിങ്ങളെന്തൊന്നും റെസ്പോണ്ട് ചെയ്യാത്തേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോൺ ഏജ് മൈക്രോലിത്ത് വേർ കോമൺലി ഫൗണ്ട്? എനിക്ക് ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റും? മൈക്രോലിത്ത് നമുക്കറിയാം, മെസോലിത്തിക് പീരീഡിലാണ് മൈക്രോലിത്ത് വരുന്നത്. ഓക്കെ, അതായത് പാലിയോലിത്തിക് തന്നെ നമുക്കറിയാം, ലോവർ പാലിയോലിത്തിക് ഉണ്ട്, അപ്പർ പാലിയോലിത്തിക് ഉണ്ട്, ദെൻ മെസോലിത്തിക് വരുന്നത്, ദെൻ നിയോലിത്തിക് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ പാലിയോലിത്തിക്കിലൊക്കെ കമ്പാരിറ്റീവ്ലി സ്റ്റോണിന്റെ വലുപ്പം എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലുതാണ്. ഓക്കെ, ഇപ്പൊ പേരിൽ തന്നെ ഇവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, മെസോ, മൈക്രോ. ഓക്കെ, നിയോലിത്തിക് ഒക്കെ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ അവിടെ മറ്റുള്ള മെറ്റൽസ്, ചെറിയ രീതിയിലുള്ള മെറ്റൽസ് പ്ലസ് അതേപോലെ തന്നെ പോയിന്റഡ് ആയിട്ടുള്ള സ്റ്റോണുകളും മറ്റൊക്കെയാണ്. അതായത് അത്രയും അവിടെ ഒരു അഡ്വാൻസ്മെന്റ് വരുന്നുണ്ട്.
ഓക്കെ, ആ ഒരു കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ അതേപോലെ തന്നെ ലെവൽ ലോയിസ് ടെക്നിക്സ് കേട്ടിട്ടുണ്ടോ? ലെവൽ ലോയിസ് ടെക്നിക്സ്, അതായത് സ്റ്റോണുകളും മറ്റും, ഐ മീൻ സ്റ്റോൺ യൂസ് ചെയ്തിട്ട് ടൂൾസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ലെവൽ ലോയിസ് ടെക്നിക്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് ലോജിക് വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ആൻസർ പറയണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് were known to later Vedic period? later Vedic peoples. എടാ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യോ, ഒന്ന് പറയൂ, ഇതിന്റെ ആൻസർ ഒന്ന് പറയൂ. ഐഫോണിന്റെ പേരെന്താ? ഐഫോൺ. എടോ അറിയുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തെറ്റിക്കോട്ടെ, ഇവിടെ നിങ്ങൾ ആരും ജഡ്ജ് ചെയ്യൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ മീൻസ് മറ്റുള്ള കുട്ടികൾ പറ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് were known to later Vedic people? എടോ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. അതായത് നമ്മളിപ്പോ വേദിക് ഏജ് എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചു. ഓക്കെ, വേദിക് ഏജ് കഴിഞ്ഞിട്ട് ഏതാ വരുന്നത്? ജനപദാസ്. മഹാജനപദാസ്. ജനപദാസ് ആണ് വരുന്നത്. അപ്പൊ വേദിക് ഏജിന്റെ മുമ്പ് ഏതാ വരുന്നത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഐവിസിന്റെ പ്രത്യേകത എന്താ? ബ്രോൺസ് ഉണ്ട്, അല്ല ബ്രോൺസ്. ബ്രോൺസ് ഏജ് സിവിലൈസേഷന്റെ ഭാഗമാണ് എന്ത്? നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പൊ ഈ ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെ അലോയ്സ് ആണ്? സോറി, കെമിസ്ട്രി അല്ല നമ്മൾ പഠിക്കുന്നത്, എനിക്കറിയാം. കോപ്പറിന്റെയും ടിന്നിന്റെ ആണ്. ഓക്കെ, അപ്പൊ ഈ കോപ്പറും ടിന്നും വെച്ച് ബ്രോൺസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ടിൻ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ടിന്ന് ബ്രോൺസും വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാ? ഡി. ഡി. അതായത് നിങ്ങൾക്ക് മറ്റുള്ള രണ്ടിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിലും ഈ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ എത്താൻ പറ്റുമോ? അതായത് നിങ്ങളിപ്പോ ആൻസർ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസും അവർക്ക് അറിയാം. ഓക്കെ ആണോ? അത് ഈ കാര്യം പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ ആണ് സർ. അതായത് നിങ്ങൾ ഓക്കെ, നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുമോ? ഫൈസല, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഐ മീൻ ഇപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അപ്പൊ അത് വെച്ച് ജോയിൻ ചെയ്യ്. ഓക്കെ, 8th ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ നോക്കുമോ? അതായത് നമുക്കറിയാം ജനപദാസ് പീരീഡിലാണ് ഈ ഹെറ്ററോഡോക്സ് ആയിട്ടുള്ള റിലീജിയൻസ് ഇന്ത്യയിൽ ഫ്ലറിഷ് ആവുന്നത്. ഓക്കെ, ഹിന്ദുയിസം അല്ലെങ്കിൽ ബ്രാഹ്മിണിസം എന്ന് പറയുന്ന റിലീജിയൻ ഇനീഷ്യലി ഉണ്ട്. ഓക്കെ, ലേറ്റർ വേദിക് പീരീഡിലൊക്കെ ഉണ്ട്. ബുദ്ധിസം ആണെങ്കിലും ജൈനിസം ആണെങ്കിലും അജീവികാസ് എന്ന് പറയുന്ന ആ ഒരു സെക്ട് ആണെങ്കിലും ഇവരൊക്കെ വരുന്ന ടൈം ഏതാണ്? മഹാജനപദ പീരീഡിലാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിലെ ആൻസർ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അജീവികാസ് ആണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഈ അജീവികാസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അജീവികാസിന്റെ ഫൗണ്ടർ ആരാണ്? അല്ലെങ്കിൽ അജീവികാസ് ബുദ്ധിസമായിട്ടും ജൈനിസമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മീൻസ് അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അജീവികാസിന് ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, ഇപ്പൊ പ്രസന്റ്ലി നമുക്ക് അജീവികാസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൂടുതലുണ്ടോ? ഐ മീൻ ഇന്ത്യയിൽ എടോ ഐഫോണെ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, അതൊന്ന് പറയാൻ പറ്റുമോ? ഈ അജീവികാസിന്റെ ഫൗണ്ടർ ആരാണ്? നമുക്ക് മൗര്യൻ ടൈമിൽ ചന്ദ്രഗുപ്ത മൗര്യ ആണെങ്കിൽ നമുക്കറിയാം ചന്ദ്രഗുപ്ത മൗര്യ ലേറ്റർ പീരീഡിൽ എന്താവുന്നുണ്ട്? ഐ മീൻ ജൈനിസത്തിലോ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സ്ഥുലഭദ്ര എന്ന് പറയുന്ന ഒരു ജെയിൻ മോങ്ക്, ഓക്കെ, സ്ഥുലഭദ്ര എന്ന് പറയുന്ന ഒരു ജെയിൻ മോങ്ക്, അതേപോലെ തന്നെ ഭദ്രബാഹു എന്ന് പറയുന്ന ഒരു ജെയിൻ മോങ്ക്, ഇവർ രണ്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നത് ആരുടെ ടൈമിലാണ്? നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യന്റെ ടൈമിലാണ്. ഈ ചന്ദ്രഗുപ്ത മൗര്യ ആണെങ്കിലും അദ്ദേഹത്തിന്റെ മകന്റെ പേരെന്താ? ചന്ദ്രഗുപ്ത മൗര്യന്റെ മകന്റെ പേര്, അശോകന്റെ അച്ഛന്റെ പേരെന്താ? അശോകന്റെ അച്ഛന്റെ പേരെന്താ? ബിന്ദുസാര. ബിന്ദുസാര. ഓക്കെ, ഈ ബിന്ദുസാര ആണെങ്കിലും ചന്ദ്രഗുപ്ത മൗര്യ ആണെങ്കിലും ഈ അജീവികാസിനെ നന്നായിട്ട് പാട്രണൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ മക്കായി ഗോസാല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മക്കാലി ഗോസാല, അതാണ് നമ്മുടെ അജീവികാസിന്റെ ഫൗണ്ടർ ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ അജീവികാസ് ആണ് നോർമലി ഫോളോവേഴ്സ് ഓഫ് ദ വേ ഓഫ് ലൈഫ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്.
ഓക്കെ, അവർ പ്രധാനമായിട്ടും നോക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫെയ്ത്ത്, ബിലീഫ് ഇൻ ഫെയ്ത്ത്, അല്ലെങ്കിൽ അവരൊരു മെറ്റീരിയലിസ്റ്റിക് നേച്ചറാണ്. ആ ഒരു കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത്. ബുദ്ധിസം ആണെങ്കിലും ജൈനിസം ആണെങ്കിലും അതിലൊക്കെ കുറച്ച് എന്തുണ്ട്, ചെയ്യേണ്ട എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, പക്ഷെ ഇവർ അങ്ങനെയല്ല, ഇവര് വൈബോളികളാണ്. സോറി, വൈബോളികളല്ല, കുറച്ച് വൈബിളുള്ള ആളുകളാണ്. ഓക്കെ, അപ്പൊ അവരെന്താ നോക്കുന്നത്? അവർ പ്രധാനമായിട്ടും ഈ മെറ്റീരിയൽ ഡിറ്റർമിനിസം അല്ലെങ്കിൽ ബിലീഫ് ഇൻ ഫെയ്ത്ത്, ഐ മീൻസ് ന്യായത്തി എന്നുള്ള NYATI, ആ ഒരു കൺസെപ്റ്റിലാണ് ഇവർ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ അജീവികാസിന്റെ ഫൗണ്ടർ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ്. ഓക്കെ, വേറെ ഏതെങ്കിലും അജീവിക മോങ്ങുകൾ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരാൾ വായിക്കുമോ? ഫുള്ള് ഞാൻ തന്നെ വായിച്ച് ഫുള്ള് ഞാൻ തന്നെ ആൻസർ പറയുന്നു. മക്കളെ, നിങ്ങൾ ഐ മീൻ ക്ലാസ് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളല്ലേ? ഇവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന കുട്ടികളല്ലേ എല്ലാവരും? അതോ ഇത് ഫ്രീ ആണോ? ഫ്രീ വെബിനാർ മീൻസ് ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും ആണോ? ഇവിടെ ജസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അറിയില്ല. ഒന്ന് പറയോ, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളാണ് അല്ലേ? കുഴപ്പമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ നോക്കണേ. ഐ മീൻ ഒന്നുകൂടെ നിങ്ങൾ ഇപ്പൊ എത്രത്തോളം, ഐ മീൻ ഇപ്പൊ എക്സാം അടുത്ത് എത്തിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ചെയ്യില്ല. നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് നോക്കുക. ഓക്കെ, ഒരാൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമോ? അഷ്ഫാഖെ വായിക്കടാ. 9th Which of the following inscription mentions the site of all 14 major rock edicts as well as separate Kalinga edicts? ഓക്കെ, അപ്പൊ നമുക്കറിയാം അശോകന്റെ അണ്ടറിൽ മേജർ റോക്ക് എഡിക്സ് വരുന്നുണ്ട്, മൈനർ റോക്ക് എഡിക്സ് വരുന്നുണ്ട്, പില്ലർ എഡിക്സുകൾ വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ കമമറേറ്റീവ് ആയിട്ടുള്ള എഡിക്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ 14 മേജർ റോക്ക് എഡിക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും ഉണ്ട്, പ്ലസ് 2 സെപ്പറേറ്റ് കലിംഗ എഡിക്റ്റുകൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന ഇൻസ്ക്രിപ്ഷൻ ഏതാണ്? ഏതെങ്കിലും അറിയുന്ന ഇൻസ്ക്രിപ്ഷൻ ഉണ്ടോ? നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഇൻസ്ക്രിപ്ഷൻ ഉണ്ടോ? ആ, നിങ്ങൾ ഈ റുമിന്റെ ഇൻസ്ക്രിപ്ഷൻ കേട്ടിട്ടുണ്ടോ? റുമിന്റെ ഇൻസ്ക്രിപ്ഷൻ, അതായത് ലുംബിനി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മുടെ ബുദ്ധ ജനിക്കുന്നത്. അപ്പൊ അശോകൻ ലുംബിനി വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ ടാക്സിൽ നിന്ന് ഒരു റിഡംഷൻ നടത്തുന്നു. ഓക്കെ, അതാണ് റുമിന്റെ ഇൻസ്ക്രിപ്ഷൻ. അതേപോലെ തന്നെ സൗഗ്വാര കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏർലി മൗര്യൻ ടൈമിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ രണ്ടിന്റെ ഈ ഒരു അറിവ് ഉണ്ടെങ്കിൽ ദെൻ ഐ മീൻ ഇത് കംപ്ലീറ്റ് ഫാക്ച്വൽ ആണ്. ഓക്കെ, കംപ്ലീറ്റ് ഫാക്ട് അറിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ആൻസറിലോട്ട് എത്താൻ പറ്റുക. ഈ നിഗാലി സാഗർ എന്ന് പറഞ്ഞാൽ ബുദ്ധന്റെ 20th റീനിയർ ഇയറിൽ അദ്ദേഹം ഒരു ബുദ്ധന്റെ വേറൊരു ഫോം ആയിട്ടുള്ള ഒരു വ്യക്തി, ഐ മീൻസ് ബുദ്ധന്റെ വേറൊരു ഫോം ആയിട്ടുള്ള ഒരു സ്റ്റാച്ചുവിനെ വിസിറ്റ് ചെയ്യാൻ വേറൊരു സ്ഥലത്തിലോട്ട് പോകുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ നിഗാലി സാഗർ. നേപ്പാളിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ നിഗാലി സാഗർ ഇൻസ്ക്രിപ്ഷൻ. നേപ്പാളിലാണ് നമുക്ക് ലുംബിനി ഇൻസ്ക്രിപ്ഷനും, സോറി ലുംബിനി അല്ല, റുമിന്റെ ഇൻസ്ക്രിപ്ഷനും അതേപോലെ തന്നെ നിഗാലി സാഗർ ഇൻസ്ക്രിപ്ഷനും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ ആണ്, സന്നത്തി ഇൻസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, സന്നത്തി എന്ന് പറഞ്ഞാൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ കർണാടകയിലാണുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും അറ്റ്ലീസ്റ്റ് 14 മേജർ റോക്ക് എഡിക്റ്റുകൾ, അതിന്റെ പ്രധാനപ്പെട്ടുള്ള ഏരിയാസ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഈ 14 മേജർ റോക്ക് എഡിക്റ്റുകൾ ഉള്ളത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പ്രസന്റ് ഇന്ത്യയിൽ മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ പാകിസ്ഥാനിലുണ്ടോ, അഫ്ഗാനിസ്ഥാനിലുണ്ടോ, ചൈനയിലുണ്ടോ, എവിടേക്കാ ഉള്ളത്? ആ, അശോകന്റെ എംപയർ ഏതൊക്കെ രാജ്യത്തായിരുന്നു, ഐ മീൻ ഏതൊക്കെ രാജ്യത്തിൽ വ്യാപിച്ചു കിടന്നുള്ള ഒരു എംപയർ ആയിരുന്നു? ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ ഷഹബാസ് ഗിരി എന്ന് പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട് അഫ്ഗാനിസ്ഥാനിൽ പോകുന്ന സമയത്ത്. ഓക്കെ, ആ ഒരു ഏരിയയിലാണ് ഷഹബാസ് ഗിരി വരുന്നത്. മാൻഷേര ഇൻസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. താഴെ വരികയാണെങ്കിൽ നമ്മുടെ ഈ സന്നത്തി ഇൻസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ മസ്കി വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഇൻസ്ക്രിപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ 14 മേജർ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ഈ 10ാമത്തെ ക്വസ്റ്റ്യൻ ഒരാൾ വായിക്കും. അഫ്നാൻ.
Which of the following statements is correct about the Mantri Parishad in Mauryan administration? They advised the king in matters of administration. Second one, it exercised great influence in the appointment of governors, viceroys, deputy governors, treasurers, generals, admirals, judges, chief magistrates, and other high officials. Third Okay. one, the Mantri Parishad was a very influential body. ഇതിൽ നിങ്ങൾക്ക് ആൻസർ ആവാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും കുറച്ചുകൂടെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? അല്ലെങ്കിൽ തെറ്റാനുള്ള ചാൻസ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഉണ്ടോ? എടോ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പറയൂ. ഇതിൽ തെറ്റാനുള്ള ചാൻസ് എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇറ്റ് എക്സസൈസ്ഡ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണർ, വൈസ്രോയ്, ഡെപ്യൂട്ടി ഗവർണർ, ട്രഷറർ, ജനറൽ, അഡ്മിറൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഒന്നല്ലല്ലോ മൗര്യന്റെ ടൈമിലുള്ളത്. അതായത് നമ്മളിപ്പോ ഇന്ത്യയിലുള്ള ഡെമോക്രസി ഒന്നല്ലല്ലോ അന്നുള്ളത്, മൊണാർക്കി അല്ലേ ഉള്ളത്. ഓക്കെ, തെറ്റൊന്നുമില്ല. ഡി അല്ലേ ആൻസർ? അല്ല, ഇവിടെ ചാൻസ് നിങ്ങൾ ഇതിന്റെ ഒഫീഷ്യൽ ആൻസർ കീ നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ആൻസർ സി ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ നോർമലി മന്ത്രിപരിഷത്തിലുള്ള ആളുകൾ കിങ്ങിനെ അഡ്മിനിസ്ട്രേഷൻ മാറ്റേഴ്സിൽ അഡ്വൈസ് ചെയ്യും. ആ അഡ്വൈസ് വേണമെങ്കിൽ സ്വീകരിക്കുക, ആർക്ക്? ആ കിങ്ങിന് സ്വീകരിക്കാം. ഓക്കെ, ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? മന്ത്രിപരിഷത്ത് വാസ് വെരി ഇൻഫ്ലുവൻഷ്യൽ ബോഡി. വെരി ഇൻഫ്ലുവൻഷ്യൽ ബോഡിയാണ് സെർട്ടൈൻ റൂളേഴ്സിന്റെ അണ്ടറിൽ. എല്ലാ റൂളേഴ്സിന്റെ അണ്ടറിലല്ല, സെർട്ടൈൻ റൂളേഴ്സിന്റെ അണ്ടറിൽ. ഫോർ എക്സാമ്പിൾ ചന്ദ്രഗുപ്ത മൗര്യന്റെ ടൈമിലാണ് കൗഡില്യ ഉള്ളത്. കൗഡില്യന്റെ ഒരുപാട് കാര്യങ്ങൾ ആരെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. എക്സസൈസ്ഡ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണർ, വൈസ്രോയ്, ഡെപ്യൂട്ടി ഗവർണർ. ഈ ഗവർണർ ഒക്കെ എന്ന് പറഞ്ഞാൽ റോയൽ ബ്ലഡിലുള്ള ആളുകളായിരിക്കും. ഇവരൊക്കെ ഡയറക്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യായിരിക്കും. ആര്? നമ്മുടെ കിങ്. അപ്പൊ ആ ഒരു സമയത്ത് അത് കുറച്ചും കൂടെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ ലോജിക്ക് ചിന്തിക്കേ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ലോജിക്കാണ് അപ്ലൈ ഉണ്ട്, അല്ലാണ്ട് ഫാക്ട് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാവുണ്ടോ? ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഡ്യൂറിംഗ് ദ റീൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ് ടെമ്പിൾ സംഗമേശ്വര അറ്റ് പട്ടാടക്കൽ. പട്ടാടക്കൽ എന്ന് പറഞ്ഞാൽ കർണാടകയിലുള്ള, ബീജാപ്പൂർ ഡിസ്ട്രിക്ട് കർണാടകയിലുള്ള ഒരു ഏരിയ ആണ് പട്ടാടക്കൽ. പട്ടാടക്കലിൽ ഒരുപാട് ടെമ്പിൾ കോംപ്ലക്സുകൾ അല്ലെങ്കിൽ ടെമ്പിൾ കൺസ്ട്രക്ഷനുകൾ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് ടെമ്പിൾസ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കിങ്ങിന്റെ പേര് അത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് വിജയാദിത്യ ഓഫ് ചാലൂക്യ കിങ്ഡം ആണ്. നിങ്ങൾ ചാലൂക്യ കിങ്ഡത്തിൽ നിങ്ങൾക്ക് അറിയുന്ന പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരൊക്കെയാ? നിങ്ങൾ പുലികേശൻ കേട്ടിട്ടുണ്ടോ? പുലികേശൻ ഫസ്റ്റും സെക്കൻഡും കേട്ടിട്ടുണ്ട്. ഓക്കെ, ഈ പുലികേശൻ സെക്കൻഡും ഹർഷവർദ്ധനും തമ്മിലൊക്കെ ബാറ്റിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ പുലികേശൻ സെക്കൻഡിന്റെയാണ്. അത് ആരാ എഴുതിയിട്ടുള്ളത്, ഏത് ടെമ്പിളിലാണ് അത് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, ആ കാര്യങ്ങളോടൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി വെക്കണേ. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പല്ലവ കിങ്സ് സെറ്റപ്പ് ക്യാപിറ്റൽ അറ്റ് കാഞ്ചി? നമ്മൾ പറഞ്ഞു പല്ലവ കിങ്ഡത്തിന്റെ ഫൗണ്ടർ ആരാണ്? സിംഹവിഷ്ണു. സിംഹവിഷ്ണു. ഓക്കെ, അതിൽ പ്രോമിനന്റ് ആയിട്ടുള്ള മറ്റുള്ള കിങ്ങുകളാണ്. ഒന്ന് നരസിംഹവർമ്മൻ ഫസ്റ്റും മറ്റൊന്ന് മഹേന്ദ്രവർമ്മൻ ഫസ്റ്റും. അത് നിങ്ങൾ ഓർത്തു വെക്കണേ. ഓക്കെ, നെക്സ്റ്റ്. ഡ്യൂറിംഗ് ദ റീൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ് ദ ചൈനീസ് ട്രാവലർ ഹുയാൻ സാങ് വിസിറ്റഡ് കാഞ്ചീപുരം? ഓക്കെ, അപ്പോൾ ഹുയാൻ സാങ് എന്ന് പറഞ്ഞാൽ ഹർഷവർദ്ധന്റെ കോർട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പല്ലവ കിങ്ഡം വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പുലികേശിന്റെ കിങ്ഡം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പല്ലവ കിങ് ആയിട്ടുള്ള നരസിംഹവർമ്മൻ ഫസ്റ്റ്. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് കാഞ്ചീപുരം. കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോർമലി ആരുടെ അണ്ടറിലാണ് വരുന്നത്? പല്ലവാസിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, ആ ഒരു ടൈമിൽ പവർ കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്താണ് നമ്മുടെ ഹുയാൻ സാങ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് പല്ലവാസും ഉണ്ട്, പാണ്ഡ്യൻസും ഉണ്ട്. ഇവിടെ നമുക്ക് നരസിംഹവർമ്മൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ നരസിംഹവർമ്മൻ ഇല്ല. അദ്ദേഹത്തിന്റെ കണ്ടംപററി ആയിട്ടുള്ള പാണ്ഡ്യ കിങ് ഉണ്ട്. ആരാണ്? സെലിയൻ സെൻഡാൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ കിങ്ഡത്തിലേക്കും ഹുയാൻ സാങ് പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ആൻസർ സി ആണ്. നെക്സ്റ്റ്. ദ ഫസ്റ്റ് സംഘം വാസ് ഫൗണ്ടഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? നമുക്കറിയാം ഫസ്റ്റ് സംഘം നടക്കുന്നുണ്ട്, സെക്കൻഡ് സംഘം നടക്കുന്നുണ്ട്, തേർഡ് സംഘം നടക്കുന്നുണ്ട്. ഫസ്റ്റ് സംഘത്തിൽ പ്രധാനമായിട്ട് ദൈവങ്ങൾ അതേപോലെ തന്നെ അങ്ങനെയുള്ള ഋഷിമാരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ സംഘത്തിലാണ് അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ചും കൂടെ ഒതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. തോൽക്കാപ്പിയറിന്റെ തോൽക്കാപ്പി എന്ന് പറയുന്ന വർക്കൊക്കെ സെക്കൻഡ് സംഘത്തിൽ വരുന്നതാണ്.
ഓക്കെ, പിന്നെ തേർഡ് സംഘം ആവുന്ന സമയത്താണ് ഒരുപാട് കൂടുതൽ വർക്കുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സംഘം വാസ് ഫൗണ്ടഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? സേജ് അഗസ്ത്യാണ്. ഓക്കെ, എന്നുള്ളത് ഓർത്ത് വെക്കണേ. നെക്സ്റ്റ്, നമ്മളിതെല്ലാം ഒന്നും ഡിസ്കസ് ചെയ്യൂലേ. നമ്മളൊരു 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നോക്കിയിട്ട് നമ്മൾ കേരള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ നോക്കും. ലാസ്റ്റത്തെ നമ്മുടെ എന്താ പറയുക ഹിസ്റ്റോറിയോഗ്രഫിയുടെ ആ ഭാഗം നമ്മൾ നോക്കും. ഇതെല്ലാം കൂടി ഡിസ്കസ് ചെയ്യൽ 1 മണിക്കൂർ കൊണ്ട് പോസിബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരണ്ടേ. ഓക്കെ, ദെൻ 15ാമത്തെ എ ലോട്ട് ഓഫ് ബിയേർഡ്സ് were discovered from മോഹൻജദാരോ. ഓക്കെ, മോഹൻജദാരോ എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് ഒരുപാട് ബിയേർഡ്സ് മുത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ ബിയേർഡ്സ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഇപ്പൊ നിങ്ങൾ സീലുകളാണെങ്കിലും മറ്റും നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ നോക്കുന്ന സമയത്ത് ഈ പറയപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ പ്രധാനമായിട്ട് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അറിയോ? നിങ്ങൾക്ക് അതിൽ ഏതാണ് ഗസ് ചെയ്യാൻ പറ്റുക? ഡി. ഡി ആണ് ആൻസർ. സ്റ്റിയറ്റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് പ്രധാനമായിട്ടും അവർ എന്ത് ചെയ്തിട്ടുള്ളത്? നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. കേരള ഹിസ്റ്ററി ആ ലാസ്റ്റ് ഭാഗം നോക്കിയിട്ട് ഞാൻ എന്താ പറയുക കുറച്ച് ലിങ്ക് അതിൽ കൊടുത്തിട്ടില്ലേ, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഈ 75 ക്വസ്റ്റ്യൻ അറിയോ? ആൻസർ അറിയോ? ആറ്റിങ്ങൽ റിബേലിയൻ, ആറ്റിങ്ങൽ കലാപം. അറിയോ ഇസാന? അഷ്ഫാഖിന് അറിയോ? 19ാം നൂറ്റാണ്ട് തുടക്കം 1803 അല്ല, 1721 1721 നടക്കുന്നത്. ദെൻ INC-യുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആകെയുള്ള കേരളക്കാരെന്ന് പറയുന്നത് C ശങ്കരൻ നായരാണ്. അദ്ദേഹം ഏത് INC-യുടെ കോൺഫറൻസിലാണ്, എത്രാമത്തെ കോൺഫറൻസിലാണ് പ്രസിഡന്റ് ആയെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണേ. ഓക്കെ, ഇവിടെ കണ്ടോ കുറച്ച് കാര്യങ്ങൾ കണ്ടോ? അതായത് നമ്മുടെ വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ ജൂയിഷ് കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ പ്രീ ഹിസ്റ്റോറിക് സൈറ്റ് മറയൂർ. അത് എവിടെയാണ്? മറയൂർ എവിടെയുള്ളത്? ഏത്? ഇടുക്കി. ഓക്കെ, അതേപോലെ തന്നെ ശങ്കരൻ നാരായണൻ എന്ന് പറയുന്നത് ഏത് കോർട്ട് ആസ്ട്രോണമറുടെ, കേരളത്തിലുള്ള ഏത് രാജാവിന്റെ കോർട്ട് ആസ്ട്രോണമർ ആയിരുന്നു എന്നുള്ള കാര്യം. അതേപോലെ തന്നെ ഫസ്റ്റ് കത്തോലിക് സാൻസ്ക്രിറ്റ് സ്കൂള്. ഓക്കെ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കണ്ടോ? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് മലയാളി വർക്ക് ഉണ്ണിനീലി സന്ദേശം. അതേപോലെ തന്നെ ഇനി നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫി നോക്കുന്ന സമയത്ത് ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. ഈ ഒരു പാർട്ടിന് പറ്റുന്ന ഒരു മെറ്റീരിയൽ ഞാൻ നിങ്ങളുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏതില്? സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോട്ടോ, ജസ്റ്റ് നോക്കണേ. സ്ക്രീൻ വിസിബിൾ ആവുന്നുണ്ടോ? സ്ക്രീന് വിസിബിൾ ആവുന്നുണ്ടോ? അതിൽ എന്താണ് ഇപ്പൊ വിസിബിൾ ആവുന്നത്? ക്വസ്റ്റ്യൻ പേപ്പറാണ് എനിക്ക് കാണുന്നത്. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. സോറി. ഇപ്പൊ കാണുന്നുണ്ടോ? എന്തെങ്കിലും കാണുന്നുണ്ടോ? സാറിനെയാണ് കാണുന്നത്. ഇക്കിട്ടോ. ഒരു മിനിറ്റ്. ഇപ്പൊ കാണുന്നുണ്ടോ? എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരു PDF കാണുന്നുണ്ട്, കേരള സൊസൈറ്റി. ഇതിൽ നിങ്ങൾ ഇതെല്ലാം വായിച്ച് ടൈം കളയണ്ട. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റും. കണ്ടോ? അയൺ ഏജ് കേരളത്തിലുള്ള പ്രധാനപ്പെട്ടുള്ള സൈറ്റുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, സത്യമൂർത്തി, അതേപോലെ തന്നെ ഗുരുക്കൾ. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ, ഹിസ്റ്റോറിയൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള സൈറ്റുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, ഇപ്പൊ പാലക്കാട് വരുന്നുണ്ട്, കണ്ണൂർ വരുന്നുണ്ട്, തൃശ്ശൂർ വരുന്നുണ്ട്, കോട്ടയം വരുന്നുണ്ട്. ആ എക്സാക്ട് ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഒറ്റ രീതിയിൽ ഇങ്ങനെ വായിച്ചു പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ ആൻസർ കിട്ടും. ആൻസർ അല്ല, പ്രധാനപ്പെട്ട ഏരിയാസ് കിട്ടും. അത് കണ്ടോ, മറയൂർ എന്ന് പറയുന്നത് ഇടുക്കിയിലുള്ള. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വന്നത് കണ്ടില്ലേ നിങ്ങൾ? സം ഓഫ് ദ ഡോൾമെന്റ്സ് ആർ ഫൗണ്ട് ഇൻ ദ വൈൽഡസ്റ്റ് പാർട്ട് ഓഫ് റണ്ണി ആൻഡ് മറയൂർ. ഇത് രണ്ടും എവിടെ ഉള്ളത്? ഇടുക്കിയാണ് ഉള്ളത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇവർ ഡയറക്റ്റ് നിന്ന് ചോദിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, നിങ്ങൾ ഈ മെറ്റീരിയൽ മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. മെഗാലിത്തിക് സൈറ്റുകൾ കണ്ടോ ഇവിടെ കൊടുത്തിട്ടുള്ള? എടക്കൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ തൊപ്പിക്കല്ല്, മെൻഹിർ, കൂട്ടക്കല്ല്, ഇതൊക്കെ എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. കുടക്കല്ല്, അതൊക്കെ എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കേരള ആസ് എ പാർട്ട് ഓഫ് തമിഴകം. ഇവിടെയാണ് പ്രധാനപ്പെട്ട റൂളേഴ്സിന്റെ ഒക്കെ വരുന്നത്. പിന്നെ എന്താണ് പ്രധാനപ്പെട്ട ലിറ്റററി വർക്കുകളൊക്കെ വരുന്നത്? 10 പാട്ടു, അകന്നാനൂറ്, പുറംനാനൂറ്. പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കേരളാസ് മാരിടൈം കോണ്ടാക്റ്റുകൾ, പ്രധാനപ്പെട്ട പോർട്ടുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ എന്ന് പറയുന്ന ആ ഒരു വർക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൺസൂണിന്റെ ഫൈൻഡിങ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പട്ടണം എക്സ്കവേഷൻ ഒക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, പിന്നെ അത് പ്രധാനപ്പെട്ടുള്ള പൊളിറ്റി സൊസൈറ്റി, പെരുമാൾ ഇറയിലുള്ള, അതായത് ഇനീഷ്യൽ ടൈമിലുള്ള പെരുമാൾ ഇറയിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള പൊളിറ്റി സൊസൈറ്റി. കണ്ടോ, വീണ്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് തിരുസപ്പള്ളി കോപ്പർ പ്ലേറ്റ്. ഓക്കെ, ഇത് ഡയറക്റ്റ് ഇതെന്ന് ചോദിച്ചാണ്. തിരുസപ്പള്ളി കോപ്പർ പ്ലേറ്റ് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ലിറ്ററേച്ചറിൽ അതിൽ ശങ്കരനാരായണീയം, ഇതൊരു ക്വസ്റ്റ്യൻ വന്നതാണ്. ശങ്കരനാരായണീയം ആണോ, ഡയറക്റ്റ് ചോദിക്കണം. മാത്തമെറ്റീഷ്യൻ ഇൻ ദ കോർട്ട് ഓഫ് താനു രവി വർമ്മ, എ പെരുമാൾ റൂള് 1844 തൊട്ടിട്ട് 1855 വരെ. ഓക്കെ, ഞാനിത് ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് ജസ്റ്റ് ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ PYQ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ടെമ്പിളിൽ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, തിരുവഞ്ചിക്കുളം ടെമ്പിൾ. തിരുവഞ്ചിക്കുളം ടെമ്പിൾ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന രാജവംശം ഏതാണ്? കൊച്ചിൻ റോയൽ ഫാമിലി അല്ലെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പല ഇൻഫർമേഷനും ഞാനിവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ടെങ്കിലും വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഇതിന് ഒരുപാട് ബെനിഫിറ്റ് ആവും. ആ 10-15 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. പിന്നെ എപ്പോൾ ക്ലാസ് നിർത്താട്ടോ? ഐ മീൻ ഹിസ്റ്റോറിയോഗ്രാഫിന്റെ ഒരു മെറ്റീരിയൽ കൂടെ കാണിച്ചു തന്നിട്ട് നിർത്താം. എനിക്കൊരു മണിക്കൂറാണ് അലോ ചെയ്തിട്ടുള്ളത്. ഒരുപാട് എടുക്കുന്നുണ്ട്. ഹിസ്റ്റോറിയോഗ്രാഫി നോക്കുന്ന സമയത്തും ഇതേപോലെ നല്ലൊരു മെറ്റീരിയൽ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതോടെ ഒന്ന് വായിക്കുക. ട്രെൻഡ്സ് ഇൻ ഹിസ്റ്റോറിയോഗ്രാഫി, ഇത് വേൾഡ് ഹിസ്റ്ററിന്റെ മീൻസ് വേൾഡ് രീതിയിലുള്ള ഹിസ്റ്റോറിയോഗ്രാഫിയും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി വേറെ ഒരു ലിങ്കിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ജസ്റ്റ് നോക്കുക. ഇതൊക്കെ 50-60 പേജ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക. എന്താണ് കോസി ഹിസ്റ്ററി, ഹെറഡോട്ടസ്, പ്രിയോപ്പൊനീഷ്യൻ വാർ എന്ന് പറയുന്നൊരു ബുക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്യൂസ്ഡൈസിന്റെ വർക്കാണ്. കണ്ടോ, ദ ഹിസ്റ്ററി ഓഫ് പ്രിയോപ്പൊനീഷ്യൻ വാർ. ഇത് PYQ ആണ്. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് എന്ന് ചോദിച്ചതാണ്. സെന്റ് അഗസ്റ്റിന്റെ വർക്ക് ചിലപ്പോൾ ചോദിക്കാം, സിറ്റി ഓഫ് ദ ഗോഡ് എന്ന് പറയുന്നത്. പിന്നെ ഇബ്നു ഖൽദൂന്റെ ദ യൂണിവേഴ്സൽ ഹിസ്റ്ററി എന്ന് പറയുന്ന കൺസെപ്റ്റ് വേണമെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ വൈക്കോന്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്താണ്, അഗസ്റ്റോ കോംപ്റ്റിന്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ, ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ചോദിക്കാം. റാങ്ക് എന്ന് പറയുന്ന വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിയൻ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് നിങ്ങളോ, ഇതൊക്കെ ആകെ 4-5 അല്ലെങ്കിൽ ഈ ഒരു 2 പാരഗ്രാഫ് ഉള്ളൂ, കുറഞ്ഞ പാരഗ്രാഫാണ്. നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഓടിച്ചു പോവുക. കാർൽ മാർക്സിന്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് PYQ ആണ്. അദ്ദേഹത്തിന്റെ വർക്കുകൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അർണോൾഡ് ടോയിൻബിയുടെ പ്രധാനപ്പെട്ട വർക്കുകൾ, അദ്ദേഹത്തിന്റെ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറികൾ. ഓക്കെ, ഈ ജസ്റ്റ് ഇതിൽ ഇവർ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക. ഓക്കെ, ഞാൻ കൂടുതൽ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ട് ബോർ അടിപ്പിക്കുന്നില്ല. പല ആളുകളും ആൻസർ പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മറന്നുപോയതായിരിക്കും. കുഴപ്പമില്ല, നിങ്ങൾ എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യല്ലേ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
നിങ്ങൾക്ക് വേറെ CUT-ന്റെ ഒക്കെ മാർക്ക് എങ്ങനെയുണ്ട്? CUT എഴുതിയിരുന്നില്ല നിങ്ങളൊക്കെ? എഴുതിയിരുന്നു സർ. എങ്ങനെയുണ്ട് സ്കോറൊക്കെ എങ്ങനെയുണ്ട് അഷ്ഫാഖെ? ഷന കുഴപ്പമില്ല. 200 above ഉണ്ടോ? 52. എത്ര? 52. ഓക്കെ. ഹിസാനക്കോ? 131. കുഴപ്പമില്ല, നല്ല മാർക്ക് ഉണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ ഉദ്ദേശിച്ച എവിടെയെങ്കിലുമൊക്കെ കിട്ടും. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട. എന്തായാലും ഈ എക്സാം കുറച്ച് റിലാക്സ് ആയിട്ട് കൊടുക്കുക. ഇപ്പൊ ഈ അയച്ചിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ എന്തായാലും നിങ്ങൾ നോക്കണേ. അതായത് ലാസ്റ്റ് 30 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയുടെ മെറ്റീരിയൽ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എല്ലാം ക്യാപ്സ്യൂൾ നോട്ടായിട്ട് ഈ ഒരു മണിക്കൂറിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. എന്താണ് ഈ ഏരിയ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇനി ഈ ഒരു മെറ്റീരിയൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഈ പോർഷൻ ആരാ എടുത്തിരുന്നത്? നിങ്ങൾക്ക് ക്ലാസ് ആരാ എടുത്തിരുന്നത്? നിങ്ങൾ നിങ്ങൾ ഇവിടുത്തെ സ്റ്റുഡൻസ് അല്ലേ? നമ്മുടെ എൻലേൺസ് സ്റ്റുഡൻസ് അല്ലേ? ആരാ ക്ലാസ് ആരാ എടുത്തിരുന്നത്? കേരള ഹിസ്റ്ററിന്റെ ക്ലാസ് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ അത് ഞാൻ കാണാത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും ഉഷാറായിട്ട്, നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാമല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എനിക്ക് ബുദ്ധിമുട്ടില്ല, എനിക്ക് ടൈമിന് പ്രശ്നമല്ല. സർ, നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററിത്തെ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടില്ലല്ലോ, അപ്പൊ അതൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? വേൾഡ് ഹിസ്റ്ററി ഇല്ല, ഹിസ്റ്റോഗ്രാഫി എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. വേൾഡ് ഹിസ്റ്ററി ചോദിക്കുന്നില്ല. അതായത് ആൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ, പിന്നെ അതേപോലെ തന്നെ കേരള ഹിസ്റ്ററി, ദെൻ ഹിസ്റ്റോറിയോഗ്രാഫി. ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫിയും ചോദിക്കുന്നുണ്ട്, വേൾഡ് ഹിസ്റ്റോറിയോഗ്രാഫിയും ചോദിക്കും. ഓക്കെ സർ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതണേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.